ലൈംഗിക ചൂഷണാരോപണങ്ങളിൽ തനിക്കെതിരെ ഗൂഢാലോചന നടന്നുവെന്നാണ് രാഹുൽ മാങ്കൂട്ടം പറയുന്നത്. നേതൃത്വവുമായുള്ള ആശയവിനിമയത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ആരോപണങ്ങൾക്ക് രാഹുൽ തന്നെ മറുപടി പറയട്ടെ എന്ന നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വം. അതേസമയം മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തതോടെ വിവാദം അവസാനിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് കോൺഗ്രസ്. കെ.ആർ. സാജു വിവരങ്ങൾ നൽകും. സാജു, തനിക്കെതിരെ ഗൂഢാലോചന നടന്നു എന്നാണ് രാഹുൽ മാങ്കൂട്ടം നേതൃത്വവുമായുള്ള സംവാദത്തിനിടെ അല്ലെങ്കിൽ ഒരു ആശയവിനിമയത്തിനിടെ അറിയിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് ഗൂഢാലോചന നടന്നു എന്നാണ് രാഹുൽ ആരോപിക്കുന്നത് തുടങ്ങിയ വിവരങ്ങൾ ലഭ്യമാണോ? ഇതൊരു രാഹുലിന്റെ സ്വയം പ്രതിരോധമായി മാത്രം കാണേണ്ടതുണ്ടോ? അതിനൊരു മറുവശം കൂടിയുണ്ടോ സാജു? ജിൽസി, ഇത് രാഹുലിന്റെ ഒരു അവകാശവാദമാണ്. അദ്ദേഹത്തോട് കഴിഞ്ഞ ദിവസങ്ങളിൽ സസ്പെൻഷന് മുന്നോടിയായി കോൺഗ്രസിന്റെ ഉന്നതരായ നേതാക്കൾ ആശയവിനിമയം നടത്തിയിരുന്നു. ആ ഘട്ടത്തിലാണ് തന്റെ നിലപാട് എന്ന നിലയിൽ തനിക്കെതിരെ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്, അതുകൂടി പാർട്ടി മനസ്സിലാക്കണം എന്ന നിലയ്ക്കുള്ള ആശയവിനിമയം രാഹുൽ മാങ്കൂട്ടം നടത്തിയത്. പക്ഷെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് മുന്നിൽ ഇപ്പോൾ ഒരു തരത്തിലുള്ള പരാതികളും രേഖാമൂലമുള്ളതില്ല. അതിനാൽ തന്നെ ഈ വിഷയം അന്വേഷിക്കാൻ ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിക്കാനും കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിട്ടില്ല. കാരണം അങ്ങനെ പരാതിയില്ലാത്ത ഒരു കാര്യത്തിന് അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചുകൊണ്ട് വിവാദം തുടർന്നു കൊണ്ടുപോകാൻ കോൺഗ്രസ് നേതൃത്വം ആഗ്രഹിക്കുന്നില്ല. അവന്തികയുടെ ആരോപണവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടം കഴിഞ്ഞ ദിവസം മറുപടി പറഞ്ഞിരുന്നു. അത്തരം രീതിയിൽ പൊതുസമൂഹത്തിന് ബോധ്യമാകുന്ന രീതിയിൽ രാഹുൽ തന്നെ വേണമെങ്കിൽ മറുപടി പറഞ്ഞോട്ടെ, വിശദീകരണം നൽകിക്കോട്ടെ എന്ന ഒരു നിലപാടാണ് കോൺഗ്രസ് നേതൃത്വത്തിന് ഈ വിഷയത്തിൽ ഉള്ളത്. മാത്രമല്ല, രാഹുൽ ഈ ആശയവിനിമയത്തിനിടയ്ക്ക് തനിക്ക് കോൺഗ്രസിൽ തുടർന്നാൽ മതി, പദവികൾ ഒന്നും ആവശ്യമില്ല എന്ന തരത്തിലുള്ള സന്ദേശവും കോൺഗ്രസ് നേതൃത്വത്തിന് നൽകിയിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അതൊന്നും അംഗീകരിക്കാതെ പാർട്ടിയുടെ പ്രതിച്ഛായയാണ് വലുത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് രാഹുലിനെ സസ്പെൻഡ് ചെയ്യുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നത്. ഏതായാലും തനിക്കെതിരെ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന വാദം നേതൃത്വത്തിന് മുന്നിൽ രാഹുൽ ആവർത്തിച്ചു എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാകുന്നത്. ജിൽസി. ശരി സാജു, തനിക്കെതിരെ ഒരു ഗൂഢാലോചന നടന്നു എന്നാണ് നേതൃത്വവുമായി ഉള്ള ആശയവിനിമയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. എന്തായാലും കോൺഗ്രസിന്റെ നിലപാട് ഇക്കാര്യത്തിൽ വളരെ വ്യക്തമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ അത്തരം പരാതികൾ ഉണ്ടെങ്കിൽ അത് രാഹുലിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളിൽ രാഹുൽ തന്നെ ഒരു വിശദീകരണം നൽകട്ടെ എന്നുള്ളതാണ്. കാരണം കോൺഗ്രസിന് ഇതിന്റെ വിഴുപ്പലക്കേണ്ട ബാധ്യതയില്ല, കോൺഗ്രസ് ഇതിന്റെ വിഴുപ്പ് ഭാരമെടുത്ത് ചുമലിൽ വെക്കേണ്ട ബാധ്യതയില്ല. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് പറയാനുള്ള കാര്യങ്ങൾ അത് രാഹുൽ തന്നെ വിശദീകരിക്കട്ടെ എന്ന നിലപാടിലാണ്